بسم الله الحمد لله أعوذ بالله من الشيطان الرجيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى. ഏറെ സ്നേഹം നിറഞ്ഞ ഡയലോഗിൻ്റെ 10ാം പതിപ്പിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, നാസ്തികരുടെ ഓരോ ചാർജ് ഷീറ്റും നമ്മൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ എങ്ങനെയാണോ അവർ ഗോളടിച്ചുകൊണ്ടിരുന്നത്, ഡയലോഗ് ആരംഭിച്ചത് മുതൽ ആ കളിക്കാരെ ഒന്നും കളിക്കളത്തിൽ കാണുന്നില്ല എന്നതാണ് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ചത്. പലപ്പോഴും സമൂഹത്തിൽ എന്ത് പ്രശ്നം നടന്നാലും അവിടെയെല്ലാം മതത്തെ ചികയുന്ന, മതവിരുദ്ധത മാത്രം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഇവിടെ തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏതൊരു വിഷയത്തിലും മതത്തിൻ്റെ നിഷേധത്തെ കൊണ്ടുവരുന്ന, മതവിരുദ്ധതയെ കൊണ്ടുവരുന്ന, അനാവശ്യമായി മതസംഹിതകളെ കൊണ്ടുവന്ന് തങ്ങളുടെ ലാഭങ്ങൾ മാത്രം കൊയ്തു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ പ്രതിക്കൂട്ടിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്കെല്ലാം കൃത്യമായ ചില ഗൗരവങ്ങളുണ്ട്. നാസ്തികർ സ്ത്രീകളോട് ചെയ്തത് എന്ത് എന്നതാണ് നമ്മുടെ വിഷയം. നാസ്തികർ സ്ത്രീകളോട് ചെയ്തത് എന്ത് എന്നതാണ്. ചെയ്തതെന്ത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നും ഇനി ചെയ്യാൻ പോകുന്നത് എന്ത് എന്നും നമ്മളിവിടെ കൃത്യമായി വിചാരണ ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്, പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു പൊതു തത്വം, ഗൈനോസെൻട്രിസം എന്ന് നമ്മൾ പറയാം. സ്ത്രീകൾ കേന്ദ്രമായിക്കൊണ്ട് സ്ത്രീ കേന്ദ്രീകൃതമായ വിഷയങ്ങൾ എപ്പോഴും ചർച്ചക്കെടുക്കുമ്പോൾ അതിന് കുറേ ആളുകൾ കേൾക്കാനുണ്ടാവും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു വിഷയത്തിലും സ്ത്രീകളാണോ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അവിടെ അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. സ്വാഭാവികമായും ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ജെന്യുവിനായ ഇഷ്യൂകളുണ്ട്, ജെന്യുവിനായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സ്ത്രീകൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെയെല്ലാം 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഡിഗ്നിറ്റി മുതൽ, സ്ത്രീകളുടെ ജീവിത സ്വാതന്ത്ര്യം മുതൽ, സ്ത്രീകളുടെ ഓരോ ചര്യകളിലും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവരുടെ അഭിമാനത്തിൻ്റെയും അവരുടെ സംരക്ഷണത്തിൻ്റെയും എല്ലാ ചോദ്യങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ കാലത്ത് ആധുനിക മനുഷ്യരെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ പലപ്പോഴും സ്ത്രീകളെ ഈ ഒരു കൂട്ടിൽ കൊണ്ടുവരാറുള്ളത് സെൻസേഷണലിസം എന്ന് പറയുന്ന ഒരു തത്വത്തിന് വേണ്ടിയിട്ടാണ്. സെൻസേഷണലിസം എന്താണെന്നറിയോ? അത് ഏതൊരു വിഷയത്തിലും സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ഹോട്ട് ടോപ്പിക്കാണ്. അത് ഭയങ്കരമായി ചർച്ച ചെയ്യും. നിങ്ങൾ വെറുതെ യൂട്യൂബൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണോ അതിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും മില്യണുകളും ഒക്കെ ആയിരിക്കും. എന്നാൽ അതല്ലാത്തൊരു വിഷയമാണെങ്കിൽ അത് അത്ര തന്നെ റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ പുതിയ കാലത്ത് വലിയ ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ കണ്ട എല്ലാവർക്കും അറിയാം, വിശ്വാസികൾ അപ്പുറത്ത് മാറി നിങ്ങൾ ചിരിക്കുകയാണ്. 2 ലിബറലുകൾ തമ്മിൽ ഭയങ്കര അടിയാണ്. അശ്ലീലമായ വസ്ത്രമാണോ അശ്ലീലമായ സംസാരമാണോ? വിശ്വാസികൾക്ക് പറയാനുള്ള രണ്ടും അശ്ലീലാണെന്നാണ്. മാന്യമായി സംസാരിക്കേണ്ട സ്ഥലത്ത് അശ്ലീലങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, മാന്യമായി വസ്ത്രം ധരിക്കേണ്ട സ്ഥലത്ത് അശ്ലീലങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പൊതുമധ്യത്തിൽ വരുന്ന എല്ലാവർക്കും ഇതൊരു വലിയ പാഠമാണ് എന്നാണ് വിശ്വാസികൾക്ക് പറയാനുള്ളത്. എന്നാൽ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവർ മുന്നോട്ട് വെക്കുന്ന പല ചോദ്യങ്ങളും ഭയങ്കര അത്ഭുതമാണ് ഉണ്ടാക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്നൊരു മനുഷ്യനുണ്ട്. ആധുനിക മനുഷ്യൻ. ഇയാൾ ആധുനിക മനുഷ്യനായത് എങ്ങനെയെന്നറിയോ? ഇയാൾ ആധുനികത പറഞ്ഞ് ഇയാളുടെ ചുറ്റുമുള്ള എല്ലാവരും പ്രാകൃതരായി. അവസാനം നിരീശ്വരവാദികൾക്ക് വരെ സംശയമായി, ഇനിയിപ്പോൾ ഞങ്ങളും 6ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്തവരായോന്ന്. അത്ര ആധുനികരായ മനുഷ്യരുണ്ട്. ഇയാളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ഒരു നന്മയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നു, ഒരു നന്മയെങ്കിലും. അപ്പോൾ ശരിക്ക് വിശ്വാസികൾ മാത്രമല്ല ഞെട്ടിയത്, ഈ നിരീശ്വരവാദികൾ വരെ ഞെട്ടി. ഇത്രയും കാലം പറഞ്ഞതനുസരിച്ച് കുറേ തിന്മകളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാൻ പറ്റും. പക്ഷേ നന്മകൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാമെന്ന് നിരീശ്വരവാദികൾ വാദിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ മനുഷ്യൻ്റെ നന്മകളും തിന്മകളും തമ്മിലുള്ള പ്രശ്നമാണ് സംഭവിച്ചത്. നിരീശ്വരവാദികളുടെ നന്മകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു കോൺട്രഡിക്ഷനാണ്. വിശ്വാസികളുടെ നന്മകളും നിരീശ്വരവാദികളുടെ നന്മകളും രണ്ടും രണ്ടാണ്. നിരീശ്വരവാദികളുടെ നന്മകൾ എന്തൊക്കെയാണെന്നറിയോ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, വ്യഭിചാരം ലീഗലൈസ് ചെയ്യണം, മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യണം, കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പരിഗണിക്കാതെ വയസ്സായൊരു വൃദ്ധൻ വന്ന് സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് നെണിച്ചു കൊടുക്കരുത്. ഇങ്ങനെയുള്ള കുറേ നന്മകളാണ് ഇവർക്കുള്ളത്. സ്വാഭാവികമായിട്ട് ഖുർആനിൽ അങ്ങനത്തെ നന്മകളൊന്നും കാണൂല. എന്നാൽ ഇവർ തിന്മയാണ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഖുർആൻ നന്മയുമാണ് അല്ലേ? ഇവർ തിന്മയാണെന്ന് പറയുന്നത് എന്താണ്? വിവാഹമാണ്. ഖുർആൻ നന്മയായി പ്രഖ്യാപിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അടിസ്ഥാനപരമായി നന്മയും തിന്മയും വിവക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ പിഴവ് പറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ നന്മകൾ കാലങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓരോ കാലത്ത് മാറിക്കൊണ്ടിരിക്കും, ഇനി ഓരോ സ്ഥലത്ത് പോയാൽ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആധുനിക മനുഷ്യൻ ഈ ഇടക്കുന്ന അമേരിക്കക്ക് പോയി വന്നപ്പോൾ അയാളുടെ പണ്ടത്തെ നന്മയ്ക്ക് ഒന്ന് മാറി.
കുറച്ച് നന്മകളൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? കാലത്തിനനുസരിച്ച് ഇവർ പറയുന്ന നന്മകളും തിന്മകളും മാറ്റുന്നതോടുകൂടി ഇവർ പ്രതിക്കൂട്ടിലാവുകയാണ്. മാത്രമല്ല, ഇവർ പറയുന്ന ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം യുക്തിയാണ്, ശാസ്ത്രമാണ്, പുരോഗമനമാണ്. ശാസ്ത്രത്തിൻ്റെ വിഷയം നീ പറയുന്നില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുരോഗമനമാണ് എന്നൊരു വാദമുണ്ട് ഇവർക്ക്. സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ പുരോഗമിച്ച നാട്ടിൽ സ്ത്രീകൾ ഇവിടെ പുരോഗമിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം. എന്നാൽ ഇവരുടെ പുരോഗമനത്തിൻ്റെ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ LGBTQ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ വലിയ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, മഴവിൽ പതാകയൊക്കെ വെച്ചിട്ടില്ലേ. ഇവർ പറയാറുള്ളത് അന്താരാഷ്ട്ര പൊതുബോധമാണെന്നാണ്. അന്താരാഷ്ട്ര പൊതുബോധം ലോകത്ത് മുഴുവൻ LGBTQ അംഗീകരിക്കുന്നതാണ്. ഒരൊറ്റ കാര്യം മാത്രം മുന്നോട്ട് വെക്കുക. ലോകത്തെ 195 രാഷ്ട്രങ്ങളിൽ വെറും 30 രാഷ്ട്രങ്ങളിൽ മാത്രം ലീഗലൈസ് ചെയ്തൊരു സാധനമാണ് LGBTQ. വെറും 30 രാഷ്ട്രങ്ങളിൽ. ആ 30 രാഷ്ട്രങ്ങളിൽ തന്നെ പല രാഷ്ട്രങ്ങളും തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. ആ ലീഗലൈസ് ചെയ്ത രാഷ്ട്രങ്ങളിൽ തന്നെ പല രാഷ്ട്രങ്ങളും, എസ്റ്റോണിയ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ അടുത്താണ് അത് പിന്നെയും നിയമപരമായി ശരിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനത്തെയാണ് കേരളക്കരയിൽ വന്നുകൊണ്ട് അന്താരാഷ്ട്ര പൊതുബോധവും പുരോഗമനവുമായി ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് ഇവർക്ക് എന്നും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവരുടെ വാദങ്ങൾ ഭയങ്കര രസകരമാണ്. പലപ്പോഴും പറയുന്ന വാദങ്ങളിൽ നമ്മൾ കടന്നു വരാറുള്ള ചില വാക്കുകളുണ്ട്. അടിമത്തത്തിലെ സ്ത്രീകളെക്കുറിച്ച് വലിയ സങ്കടം അവർക്കുണ്ട്. അനന്തരാവകാശത്തിലെ സ്ത്രീകളുടെ വിഹിതത്തെക്കുറിച്ച് വലിയ സങ്കടമുണ്ട് അവർക്ക്. തൊലാഖിനെക്കുറിച്ച് വലിയ ചർച്ചയുണ്ട്. മുത്തലാഖും അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വലിയ സങ്കടങ്ങളാണ് ഇവർക്ക് ചെയ്യാനുള്ളത്. ഹിജാബിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്താറുണ്ട്. വിവാഹത്തെക്കുറിച്ച്, ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിവാഹത്തോടു കൂടി ഇസ്ലാമിലെ ഒരു മുസ്ലിം സ്ത്രീ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അടിമവൽക്കരിക്കപ്പെടുകയെന്നൊക്കെ വാദിക്കാറുണ്ട്. അതൊന്നും കഴിയാതെ അവസാനം സ്വർഗത്തിലെ ഹൂറിമാരെ കുറിച്ച് വരെ ചർച്ചകൾ നടത്താറുണ്ട് എന്ന് ചുരുക്കം. ഏതായാലും ഇങ്ങനെയൊക്കെ ചർച്ച നടത്തുന്ന ആളുകൾ, അതേ ആളുകളുടെ മറുവശത്തുള്ള വാദങ്ങൾ എന്തൊക്കെയെന്ന് അറിയോ? ആ വാദങ്ങളാണ് ഭയങ്കര രസകരം. മതമില്ലാത്ത ലോകത്തെ സ്ത്രീ, മതമുള്ളിടത്തോളം ലിംഗസമത്വം സാധ്യമാണോ? മതങ്ങൾ സ്ത്രീകളുടെ തടവറ, മുസ്ലിം സ്ത്രീയും സ്വാതന്ത്ര്യവും, അടിച്ചമർത്തുന്ന ഹിജാബ്, ഇതൊക്കെയാണ് അവരുടെ തലക്കെട്ടുകൾ. ഭയങ്കര രസകരമാണ്. നമുക്ക് ഇത് ഓരോന്നോരോന്നായി ചർച്ച ചെയ്യാനുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, മതമില്ലാത്ത ലോകത്ത്, ഇസ്ലാമോ മതവിശ്വാസങ്ങളോ ഇല്ലാത്തൊരു ലോകത്തെ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന സുന്ദരമായ സ്ത്രീ സ്വാതന്ത്ര്യം പുൽകുന്ന ഒരു ലോകത്തെ കാണാൻ പറ്റുമെന്നാണ്. എന്നാൽ നമ്മുടെ ചോദ്യം ഇതാണ്: ക്യാൻ എ വേൾഡ് വിത്തൗട്ട് ഗോഡ് ബ്രിങ് ലിബറേഷൻ? ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോകത്ത് ദൈവമില്ലാത്ത, മതവിശ്വാസമില്ലാത്ത ഒരു ലോകത്തിനാണോ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ സാധിക്കുക? എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് പറയാൻ സാധിക്കും. അത് ദ പ്ലാൻഡ് മാനിപ്പുലേഷൻ എന്നുള്ളതാണ്. ദ പ്ലാൻഡ് മാനിപ്പുലേഷൻ, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത മാനിപ്പുലേഷനാണ് നടക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് നാഴികക്ക് 40 വട്ടം മുസ്ലിം സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നു എന്നും ഹിജാബോട് കൂടി അവരുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെടുന്നു എന്നെല്ലാം വാദിക്കുന്ന ആളുകൾ സെമാൻറ്റിക് ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്ന വാക്കുകൾ കാണുമ്പോൾ അറിയാതെയെങ്കിലും തോന്നിപ്പോകും, അല്ല ഇനിയിപ്പോൾ ശരിക്കും മുസ്ലിം സ്ത്രീകൾക്ക് അടിച്ചമർത്തപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരും. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്ലാനഡ് ആയിക്കൊണ്ടുള്ള ഒരു മാനിപ്പുലേഷൻ സംഭവിക്കുന്നത്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ വാദപ്രകാരം എന്താണ് സ്ത്രീ? വാട്ട് ഈസ് എ വുമൺ എന്ന ചോദ്യത്തിന് നിങ്ങൾ ആദ്യം ഉത്തരം പറയണം. കേരളത്തിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പരിഷ്കരിച്ച പാഠപുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. ലിംഗവിവേചനമില്ലാത്ത ലോകം എന്നാണ് അതിൻ്റെ തലക്കെട്ട്, ആ പാഠപുസ്തകത്തിൻ്റെ തലക്കെട്ട്. നമ്മൾ കുറേ ജനകീയ സദസ്സൊക്കെ നടത്തിയിട്ട് ഈ LGBTQയും ഈ സോഷ്യൽ ഓഡിറ്റിങ്ങും നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യാതൊരു പരിഗണനയും ഇല്ലാതെ പരിഷ്കരിച്ച അതേ പാഠപുസ്തകത്തിലെ വചനം ഞാനൊന്ന് വായിച്ചു തരാം. ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. അഥവാ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വളർന്നു വരുമ്പോൾ ഇനി പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം വുമണാണെന്നിട്ട് പറയാം, എന്നിട്ട് അപ്പുറത്ത് പോയിരിക്കുക. ഇനി അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഇനി ആണാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഇപ്പുറത്ത് വന്നിരിക്കാം. വളരെ സിമ്പിളായി വാട്ട് ഈസ് എ വുമൺ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത ആളുകളാണ് ഇവിടെ ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ച് ഭയങ്കരമായ ചർച്ചകൾ നടത്തുന്നത്. ഇവിടെ ഇവർ വാട്ട് ഈസ് എ വുമൺ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. Your definition is that a woman is someone who is female, you said, right? Correct. Gotcha. Is a biological female. So what happens if we have maybe someone who is female, identifies as a woman, right? You know, cisgender woman, right? As you just explained, but maybe doesn't have the ability to reproduce. Maybe doesn't have those organs that you're talking about that are reproductive organs. I have answered the question. You stood up here and said trans women are women. Yes. Tell me what you mean. What is a woman? Womanhood is something that, just as Ethan explained, I cannot define because I am not But myself. You used the word. So what did you mean when you said trans women are women if you don't know what it means? Right. So here's the thing. So I do not define what a woman is because I do not identify as a woman. Womanhood is something that is an umbrella term. Okay. It includes വുമൺഹുഡ് ഇസ് എ അംബ്രല്ല ടേം എന്നാണ്. അവിടെ നിർത്തിയാൽ മതി അല്ലേ?
ഒരു ഭയങ്കര വലിയൊരു കുടൻ്റെ ഉള്ളിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ സ്ത്രീകളാണെന്നാണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇനി സ്ത്രീകളാണെന്ന് പറഞ്ഞ് നാളെ ഞാൻ 2 പട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പട്ടികൾ സ്ത്രീകളായിട്ട് അംഗീകരിക്കണം. ഇനി അതല്ല, നിങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം സ്ത്രീകളായിട്ട് വരുന്നോ അതിനെ എല്ലാം സ്ത്രീകളായി അംഗീകരിക്കണമെന്ന ബാലിശമായ, ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, ബുദ്ധിയിൽ ഉറക്കാത്ത പല വാദങ്ങളുമായി വരുന്ന ആളുകളാണ് ഇവിടെ ഹിജാബിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നത്. എന്നിട്ടോ വാട്ട് ഈസ് എ വുമൺ എന്ന ഇതേ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ലോകത്തിനടുവിലാണ് ഇവിടെ കേരളത്തിലടക്കം പാഠപുസ്തകങ്ങളിൽ നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതേ പാഠപുസ്തകത്തിൽ, ലിംഗവിവേചനത്തെക്കുറിച്ച് പറയുന്ന പാഠപുസ്തകത്തിൽ ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ വലിയൊരു കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ സ്ത്രീകൾ ആരാണെന്ന് പറയണം, അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഇത്തരത്തിലൊക്കെയാണ് ഇവിടെ ലോകവീക്ഷണമെങ്കിലും ഇവിടെ മതവിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട്, പരലോക ജീവിതമുണ്ട്. എന്നാൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു എത്തിയിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ദൈവമില്ല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ എന്ത് നീതിബോധമുള്ളത്? ഈ ലോകത്ത് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എവിടെയാണ് നീതി ലഭിക്കുക? എന്നാൽ അങ്ങനെ നീതിയൊന്നും ആവശ്യമില്ല എന്നാണ് വാദം. എന്നിട്ടോ അവർ പറയുന്ന വാദം നൈലിസം എന്ന് പറയുന്ന ഒരു വാദമാണ്. നൈലിസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ചുരുക്കത്തിൽ ദ റിജക്ഷൻ ഓഫ് ഓൾ റിലീജിയസ് ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ് ഇൻ ദ ബിലീഫ് ദാറ്റ് ലൈഫ് ഈസ് മീനിങ്ലെസ്. ലൈഫിന് യാതൊരു അർത്ഥവുമില്ല എന്ന വാദമാണ് യഥാർത്ഥ നൈലിസം. ഇതാണ് ഇവിടുത്തെ എത്തിയിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട വാദം. അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്തെ സകലവിധ പദാർത്ഥങ്ങളും, സകലവിധ മനുഷ്യരും, സകലവിധ ജീവികളും എല്ലാം പദാർത്ഥ ലോകത്തെ ഒരു പദാർത്ഥം മാത്രമാണ്. ഓരോ സമയത്ത് ജനിക്കുന്നു, ഓരോ സമയത്ത് മരിക്കുന്നു. അതല്ലാതെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ ജീവിതത്തിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്തുന്നത്, നീതിബോധത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്തുന്നത്. അതുകൊണ്ട് ആദ്യം സ്വന്തം കാലിനടിയുള്ള മണ്ണൊലിച്ചു പോകുന്നത് തടഞ്ഞിട്ട് മതി, ബാക്കിയുള്ളവരെ കുറിച്ച് നന്നാക്കുന്ന പരിപാടി എന്നാണ് നമുക്ക് ആദ്യമായി ഇവരടുത്ത് പറഞ്ഞു വെക്കാനുള്ളത്. ഇനിയോ ദ എത്തിയിസ്റ്റ് ഉട്ടോപ്പിയ. ഇനിയിപ്പോൾ ഇവർ പറയുന്ന വളരെ സുന്ദരമായ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമെല്ലാം പറയുന്ന ഒരു ലോകം ഉണ്ടായാലോ, ആ ലോകത്ത് സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഡിവാലുവേഷൻ ഓഫ് ഫെമിനിൻ റോൾസ്. സ്ത്രീകളുടെ റോളുകൾ ഇല്ലാതാക്കുക എന്നുള്ളത്. സ്ത്രീകൾക്ക് ആർത്തവം സംഭവിച്ചാൽ അതൊരു പ്രശ്നമാണ്, പ്രഗ്നൻസി അതൊരു ബാധ്യതയാണ്, മാതൃത്വം അതൊരു ബുദ്ധിമുട്ടാണ്. ഏതൊക്കെ അർത്ഥത്തിൽ ഫെമിനിറ്റിയെ, മാതൃത്വത്തെ, വുമൺഹുഡിനെ ഇല്ലാതാക്കാൻ പറ്റുമോ അതൊക്കെ ഇല്ലാതാക്കി. എന്നിട്ടോ അടുത്തതെന്നറിയോ? ഗ്ലോറിഫിക്കേഷൻ ഓഫ് മെനിനിസം എന്നുള്ളതാണ്. ആണുങ്ങളെ പിന്നാലെ പോവുക. ആണുങ്ങളെ പാൻറ് ധരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറ്റില്ലേ, അപ്പോൾ ഞങ്ങളും പാൻറ് ധരിക്കണം. ഇനിയോ ആണുങ്ങൾക്ക് രാത്രി 12 മണിക്ക് പുറത്തിറങ്ങാം, അപ്പം ഞങ്ങൾക്ക് 12 മണിക്ക് പുറത്തിറങ്ങാം. ഇതാണ് ഇവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് പോലെ. ഇങ്ങനെ സ്വാതന്ത്ര്യം പറയുന്ന മനുഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇവിടെ എത്തിയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ പലപ്പോഴും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം യഥാർത്ഥത്തിൽ മതത്തിലുണ്ട്. കാരണം ഫെമിനിസ്റ്റുകൾ അഡ്രസ്സ് ചെയ്യുന്ന പല പോയിന്റുകളും ജെനുവിനാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഇവർ കണ്ടെത്തിയ രോഗം എന്ന് പറയുന്നത് ഫോൾസ് ഡയഗ്നോസിസ് എന്നുള്ളതാണ്. അവർ കണ്ടെത്തിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ തെറ്റായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കണ്ടുപിടിച്ച ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ് ആണ് ഇവിടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ജെനുവിൻ ഇഷ്യൂ, വിവാഹത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പല കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഫോൾസ് ഡയഗ്നോസിസ്, എത്തിയിസ്റ്റുകൾ എന്താണെന്നറിയോ പറഞ്ഞത്? വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രശ്നം, വിവാഹത്തിനാണ് പ്രശ്നം. അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്താണെന്നറിയോ? വിവാഹം തന്നെയാണ് വേണ്ട. വളരെ സിമ്പിളായ ലോജിക്കാണ്. ഇത്തരത്തിൽ ഓരോ വിഷയത്തിലും നിങ്ങൾ കണ്ടുപിടിച്ച പ്രശ്നങ്ങൾക്കാണ് പ്രശ്നം, നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം. ജെൻഡർ ബ്ലൈൻഡ്നെസ് നമ്മളതിന് പറയും. ഓരോ കാര്യത്തിൽ നിങ്ങൾ സ്ത്രീകളെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ, ഇരവാദം നടത്തുമ്പോൾ അവിടെ നിങ്ങളുടെ കണ്ണുകൾക്കാണ് പ്രശ്നം എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഫെമിനിസത്തിൻ്റെ ഒരു ചരിത്രം നമ്മളൊന്ന് ജസ്റ്റ് പരിശോധിക്കണം. ഫെമിനിസത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളിൽ നമുക്കതിന് തുടക്കം കാണാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി, സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് വേണ്ടി എല്ലാം പോരാടുന്ന ഒരു പോരാട്ടമാണ്. അതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം. തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷേ ആ തുടക്കം പതിയെ ഒന്ന് മാറി. പിന്നീട് എന്ത് പറഞ്ഞറിയോ? സെക്കൻഡ് വേവിലേക്ക് എത്തിയപ്പോഴേക്കും ഈ സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജനിക്കുമ്പോൾ പുരുഷനായാലും ജീവിച്ചിരിക്കും അയാൾക്ക് സ്ത്രീയാണെന്ന് തോന്നുകയാണെങ്കിൽ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് വാദിച്ചു. പതിയെ ആ ഒരു വാദത്തിലേക്ക് വന്നു. പിന്നീട് ജെൻഡർ മാത്രമല്ല, സെക്സ് ഓൾസോ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞു. നമ്മൾ ജനിക്കുമ്പോഴുള്ള നമ്മുടെ ലിംഗപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റായി മാറി. പിന്നീട് അവസാനം ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫെമിനിസത്തിൻ്റെ 4ാം വേവ് എന്ന് പറയുന്ന ഈ നിയോ ഫെമിനിസം, അവർ പറഞ്ഞു വെച്ചെന്താണെന്നറിയോ? ഇനി ജെൻഡറുകൾ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു 2 LGBTQIA+ ആണെന്ന് പറഞ്ഞു. ആ പ്ലസ്സിൽ പിന്നെ ആദ്യം 22 പിന്നെ 72 ഇപ്പം 300 ഏറ്റവും അവസാനം പറഞ്ഞത് അത് ജെൻഡർ ഫ്ലൂയിഡിറ്റി ആണെന്നാണ്.
അതിങ്ങനെ അവസാനിക്കാതെ അറ്റമില്ലാതെ കിടക്കും. അതുകൊണ്ട് എന്താണെന്നറിയോ, ഒരാൾക്ക് ജെൻഡർ തീരുമാനിക്കുമ്പോൾ അയാൾക്കൊരു നായായിട്ടാണ് തോന്നുന്നെങ്കിൽ നായായിട്ട് അംഗീകരിക്കണം, അല്ല അയാൾക്കൊരു മത്സ്യമായിട്ടാണ് തോന്നുന്നെങ്കിൽ മത്സ്യമായിട്ട് അംഗീകരിക്കണം, ഞാൻ അയാൾക്കൊരു പൂച്ചക്കുട്ടിയായിട്ടാണ് പൂച്ചക്കുട്ടിയെ അംഗീകരിക്കണം. ഇനി 10-70 വയസ്സുള്ള ആൾക്ക് 5 വയസ്സായിട്ട് തോന്നുമെങ്കിൽ 5 വയസ്സുള്ള ബാലനായിട്ട് അംഗീകരിക്കണം. ഏതൊരു വിഷയത്തിലും വളരെ രസകരമായ കുറേ ജെൻഡർ വാദങ്ങളുമായിട്ട് ഇവിടെ ഫെമിനിസം വന്നു. അതേ ഫെമിനിസം തന്നെ മുന്നോട്ട് വെച്ച അതിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ വാചകങ്ങളിൽ കാണുന്ന ചില വാദഗതികളുടെ ഏറ്റവും ക്രൂരമായ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാം. അവിടെ ഈവൻ നഴ്സിംഗ് ബ്രിങ്സ് ദം നോ ജോയ് ആൻഡ് ഓൺ ദ കൺട്രി ദേ വറി അബൌട്ട് റൂയിനിങ് ദെയർ ബ്രസ്റ്റ്, ദേ റീസെന്റ് feeling their cracked breast, their painful glands, the baby's mouth hurts them. He seems to be sucking their strength, life and happiness from them എന്നാണ്. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് മുലയൂട്ടുന്ന അമ്മയെക്കുറിച്ച് പറയുന്നത്, ആ കുട്ടി മുലയൂട്ടുമ്പോൾ മുല കുടിക്കുന്നത് കാണുമ്പോൾ ആ അമ്മക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ലൈഫിനെയും അവരുടെ ഹാപ്പിനെസ്സിനെയും അവരുടെ ഡിഗ്നിറ്റിയെയും എല്ലാം വലിച്ചു കുടിക്കുന്ന ഒരു പാരസൈറ്റ് ആയിട്ടാണെന്നാണ്. ഇത്രത്തോളം ക്രൂരമായ മാതൃത്വവാദത്തെ പറഞ്ഞ അതേ മനുഷ്യന്മാരാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വലിയ രീതിയിലുള്ള ഫെമിനിസ്റ്റ് വാദങ്ങളുമായി വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുനർവായന നടത്തുന്നത് നല്ലതാണ്. ഗതകാലങ്ങളുടെ പുനർവായന എന്നുള്ളത് അതും ഒരു പോരാട്ടമാണ്. ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക, എന്താണ് പിന്നിലൊക്കെ ഉള്ളത്, നന്നായിട്ടത് വായിച്ചതിന് ശേഷം മാത്രം മതവിശ്വാസികളുടെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ജനിക്കുന്നത് മുതൽ അവരുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ഇവിടെ കൃത്യമായി നമുക്ക് വായിക്കാം. ഡു എത്തിസം റിയലി പ്രൊവൈഡ്സ് റൈറ്റ് അല്ലേ? ഫെമിനിസത്തെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ഫെമിനിസം എന്ന് പറയുന്നത് അറിയോ, സ്ത്രീകളുടെ അവകാശം നേടാനുള്ള പോരാട്ടമാണ്. അവകാശങ്ങൾ, ഡ്യൂട്ടി വന്നിട്ടില്ല. ഇവിടെ ഭരണഘടന എന്താ നമ്മൾ പറയാറുള്ളത്, നിങ്ങൾക്ക് അവകാശവുമുണ്ട്, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഇവിടെ അവകാശം മാത്രമേ ചോദിക്കുള്ളൂ, ഡ്യൂട്ടിയെക്കുറിച്ച് നമ്മൾ ഒന്നും പറയില്ല എന്നാണ്. അതേ ആളുകൾ യഥാർത്ഥത്തിൽ അവകാശത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ചൈൽഡ്, ഒരു കുട്ടിയായൊരു പെൺകുട്ടിയാണെങ്കിൽ നോട്ട് അലൗഡ് അല്ലേ, ജനിക്കാൻ പറ്റൂല. കാരണം എന്താണ്, മാതൃത്വം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, അബോർഷൻ പ്രോ അബോർഷൻ മൂവ്മെന്റുകൾ നടത്തുന്ന ആളുകളാണ് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞത്. എത്ര വിരോധാഭാസം സഹോദരങ്ങളെ! ജനിക്കാൻ അവകാശം നൽകാത്ത ഒരു വിഭാഗം ആളുകൾ ഇവിടെ ജനിച്ച സ്ത്രീകൾക്ക് അവകാശത്തിനെക്കുറിച്ച് പോരാട്ടം നടത്തുക. എത്ര വിരോധാഭാസമാണ്. അതേ മനുഷ്യന്മാർ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് പിഡോഫീലിയ അംഗീകരിച്ചു, ന്യായീകരിച്ചു. എത്രത്തോളം നിങ്ങൾക്ക് പിഡോഫീലിയ എന്നത് ഒരു മോറലി നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്ന് കേരളക്കരയിൽ തൊട്ട് മുൻപ് നിങ്ങൾ സ്ക്രീനിൽ കണ്ട വ്യക്തി പറഞ്ഞതെന്നറിയോ. ഇനിയിപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗികമായ ഭോഗിക്കൽ അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ലീഗാലിറ്റി, നിയമപരമായ കാര്യങ്ങൾ വെക്കണം, പിന്നെ മൊറാലിറ്റി, ധാർമ്മികത വെക്കണം, പിന്നെ ബയോളജി അതിങ്ങനെ വെക്കണം. മൂന്നും കൂടി നോക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ തെറ്റാണ്. കുട്ടികളെ ഭോഗിക്കുന്നത് വരെ ന്യായീകരിച്ച മനുഷ്യന്മാരാണ് ഇവിടെ സ്ത്രീകളുടെ അവകാശം പറഞ്ഞത്. ഹിജാബിനെ കുറിച്ച്, തൊലാഖിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം ഘോരഘോരം പ്രഘോഷിച്ച് നടക്കുന്നത്. ഇനിയോ ആ കുട്ടി ഒന്ന് വലുതായി ഒരു യങ് ഗേളായി ഒരു കുട്ടിയായി കഴിഞ്ഞാലോ കമ്മോഡിഫിക്കേഷൻ ആണ് നടത്തുന്നത്. കമ്മോഡിഫിക്കേഷൻ എന്താ? കമ്മോഡിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരത്തിന് അവരെ അടിമപ്പെടുത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ മതം പറയുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങൾ മുതൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മതം അവരോട് പറഞ്ഞത് ഡിഗ്നിറ്റിയെക്കുറിച്ചാണ്, ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചാണ്. ഹിജാബ് എന്നത് ഒരു സ്ത്രീ ധരിക്കുന്നത് ഒരിക്കലും മുടി കാണിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഹിജാബ് അവരുടെ ഐഡന്റിറ്റി ആയതുകൊണ്ടും ഇന്റഗ്രിറ്റി ആയതുകൊണ്ടും ഡിഗ്നിറ്റി ആയതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ഒബ്ജക്ടിഫിക്കേഷൻ നടത്തുന്നത്. ഒബ്ജക്ടിഫിക്കേഷൻ എന്താ അറിയോ? ഒബ്ജക്ടിഫൈ ചെയ്യുക, വെറും വസ്തുവൽക്കരിക്കുക. രണ്ടാമത്തെ എന്താ അറിയോ? കമ്മോഡിഫിക്കേഷൻ, ചരക്ക് വൽക്കരിക്കുക. മൂന്നാമത്തെ അറിയോ? ഫെംപ്ലോയിറ്റേഷൻ. എന്താ പറയുക ഫെംപ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫെമിനിൻ എക്സ്പ്ലോയിറ്റേഷൻ. ഈ 3 പരിപാടി ഇവർ നടത്തിയിട്ടുണ്ട്. ഞാൻ ചില കണക്കുകൾ മാത്രം പറയാം. ആ പിന്നിൽ കാണുന്ന അക്കം 5-11 ഉണ്ട്. അത് വെറുതെ ഇട്ടതല്ല. $500 ബില്യൺ ഓരോ വർഷവും കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ചുണ്ടിൽ ചായം തേക്കുന്നത് മുതൽ ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ചെലവഴിക്കുന്നത്. താഴെ കാണുന്ന ഓരോ കണക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. 15.6 മില്യൺ കോസ്മെറ്റിക് സർജറികൾ എന്ന് പറഞ്ഞാൽ അറിയോ? സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ പോരാന്ന് തോന്നിയിട്ട് അതൊക്കെ കീറി മുറിച്ച് ഇവിടെയുള്ള സോ കോൾഡ് പുരോഗമനവാദികളോടൊപ്പം ഒപ്പിക്കാൻ നോക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. 1.6 മില്യൺ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ പ്രൊസീജിയേഴ്സ് ആണ് നടന്നത്. 1.6 മില്യൺ 2021 ഒറ്റ വർഷത്തെ കണക്കാണത്. ഇനിയോ അതേ മനുഷ്യന്മാരുടെ 2 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, 80% അഡ്വർടൈസ്മെൻറ്റുകളിലും 80% പരസ്യങ്ങളിലും യഥാർത്ഥത്തിൽ ഇതേ കോസ്മെറ്റിക്സ് ആണ് കാണുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ കാണുന്ന ഓരോ പരസ്യങ്ങളിലും സ്ത്രീകളാണ് അവിടെ നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്നത്.
സ്ത്രീകളെ മുന്നിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയെ ആകർഷിപ്പിച്ചുകൊണ്ട് കച്ചവടങ്ങൾ നടത്തുന്ന അതേ മനുഷ്യന്മാർ അപ്പുറത്ത് വന്നിട്ട് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു. നിങ്ങൾ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ അവർ കേവലം മനുഷ്യനായി പോലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന അതേ ആളുകൾ ഇവിടെ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിന് വേണ്ടി പോരാടും. ഇനിയോ അടുത്തത്, കോവിഡിന് ആ ഒരു 2 വർഷം മാത്രം നടന്ന ഒരു കണക്ക് മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. കോവിഡ് മാസ്ക് വന്നതോടുകൂടി ഈ ചുണ്ടിലെ ചായം പൊട്ടൽ നിർത്തിയപ്പോൾ 20 മുതൽ 30% വരെയാണ് കോസ്മെറ്റിക്സിൽ ഇടിവ് സംഭവിച്ചത്. കോസ്മെറ്റിക് ഇടിവ്. ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ കോസ്മെറ്റിക്സിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ മതം പറയുന്ന സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും വലയങ്ങളിൽ നിന്ന് പുറത്ത് ചാടിച്ച് പിന്നീട് ഇവരുടെ കച്ചവടം വളരെ തകൃതിയായി നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന ക്രൂരത എന്ന് പറയുന്നത് അത് ഇനിയും വായിക്കാനുണ്ട്, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ തുടർച്ച് ഇതിൻ്റെ ബാക്കി പറയുന്നിടത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ റേസിസം അല്ലേ, ഇവിടെ വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് വംശീയത. വംശീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ട്. കാരണം എന്താ അറിയോ, ഇവിടെ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ നടത്തിയപ്പോൾ ഒരു കാലത്ത് ഇവർ പറഞ്ഞെന്താ അറിയോ, വൈറ്റ് വിമണിന് മാത്രമാണ് അവകാശം എന്നാ പറഞ്ഞത്. വൈറ്റ് വിമണിന് മാത്രം. ഇതേ ഫെമിനിസ്റ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റഗ്രാം ബയോയില് ഷീ ഓർ ഹെർ, ഹേ ദി ഓർ ദം എന്നൊക്കെ എങ്ങനെ ഇട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതേ മനുഷ്യന്മാരുടെ പിന്നാമ്പുറത്തെ കുറിച്ചായി പറഞ്ഞത്. റേസിസം പ്രൊമോട്ട് ചെയ്ത ആളുകൾ, വൈറ്റ് സുപ്രീമസി പ്രൊമോട്ട് ചെയ്ത ആളുകൾ. ഒരു കാലത്ത് ഇംഗ്ലണ്ടിലും US മാത്രം നടന്ന ഗർഭധാരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആഫ്രിക്കൻ വുമണുകൾ, കറുത്ത വർഗ്ഗക്കാരികളായ സ്ത്രീകളുടെ അവസ്ഥ കുത്തനെ അധികമാണ്. കാരണം എന്താ അറിയോ, സ്ലേവുകളായി ഉപയോഗിച്ചിട്ടാണ്. അതേ മനുഷ്യന്മാരാണ് ഇവിടെ അടിമത്തത്തെക്കുറിച്ച് വലിയ രീതിയിൽ പ്രഘോഷിക്കുന്നത്. നിങ്ങൾ മറുപടി പറയണം. ഇവിടെ പ്രതിക്കൂട്ടിലാവുന്ന ഓരോ നാസ്തികരും മറുപടി പറയണം. നിങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ പുറത്തെടുത്ത് സമൂഹത്തിലിട്ടാൽ നിങ്ങൾ നാറിപ്പോകും. അതുകൊണ്ട് അടുത്തൊരു ഭാഗം കളറിസം, കറുപ്പും വെളുപ്പുമാണ്. ഇവിടെ മതം കൃത്യമായും പറഞ്ഞു, നിങ്ങൾക്ക് അറബിയേക്കാളും അനറബിയേക്കാളും അറബിക്കോ, കറുത്തവനോ വെളുത്തവനോ യാതൊരു രീതിയിലും ഒരു ഔന്നത്യവും ഇല്ല എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന വേളയിൽ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും നല്ല മനുഷ്യൻ തഖ്വയുള്ളവനാണെന്നാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അറിയോ, അത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതേ മനുഷ്യനെ, അതേ മതത്തെ എതിർക്കുന്ന ഈ യുക്തിവാദികൾ അവർ മുന്നോട്ട് വെച്ച അടിസ്ഥാനപരമായ വാദമാണ് ദ ഫ്ലേവർ ഓഫ് ബ്യൂട്ടി ഈസ് വൈറ്റ്നസ് ആഫ്റ്റർ എഫക്റ്റ് ഓഫ് യൂജനിക്സ് എന്നാണ്. ഒരു പുതിയ കപടശാസ്ത്ര ശാഖ കൊണ്ടുവന്നു. ഇവിടെ നേരത്തെ ശാസ്ത്രശാഖകളെ കുറിച്ച് പറയേ, യൂജനിക്സ് എന്ന് പറഞ്ഞ് കറുത്ത വർഗ്ഗക്കാരെന്ന് പറയുന്നത് അവർ പൂർണ്ണമായി മനുഷ്യരല്ലാത്ത ആളുകളാണെന്ന് വാദിക്കാൻ വേണ്ടി പുതിയ ശാസ്ത്രശാഖ കൊണ്ടുവന്ന അതേ മനുഷ്യർ ഇവിടെ പറയുന്നു കറുത്തതും വെളുത്തതും എന്ന് പറഞ്ഞ് വലിയ ചർച്ചകൾ നടത്തുന്നു. അതുകൊണ്ട് ഇത്തരം വിരോധാഭാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് അവിടെ പറയാനുള്ളത്. ഇനിയോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ആളുകൾ പിന്നീട് ഈ ചെറുപ്പക്കാരികൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ മാതൃത്വമാണ്, മദർഹുഡാണ്. ഈ മദർഹുഡുമായി ബന്ധപ്പെട്ട് ചെയ്ത വാദങ്ങൾ എന്താണെന്നറിയോ, വളരെ രസകരമായ ചില വാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയാവുക എന്ന് പറയുന്നത്, ഒരു സ്ത്രീ ഉമ്മയാവുക എന്ന് പറയുന്നത് അതൊരു ബേർഡൻ ആണെന്നാണ്, അതൊരു ഭാരമാണെന്നാണ്. പ്രഗ്നൻ്റ് ആവണം, അത് കഴിഞ്ഞാൽ പിന്നെ മുലയൂട്ടണം, ഇതൊക്കെ വലിയ ഭാരമാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ അബോർഷൻ നടത്താൻ പറ്റില്ല, അബോർഷൻ നടത്തണം. ഇനി എങ്ങാനും ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ മുലയൂട്ടേണ്ട ആവശ്യമില്ല എന്ന് വരെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ആളുകളാണ് ഇത്തരം വാദികൾ. അതുകൊണ്ട് എത്തീസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ ഇസ്ലാമിലെ സ്ത്രീകളും ഇസ്ലാമിലെ ഉമ്മമാരും അടിച്ചമർത്തപ്പെട്ട് വീടിൻ്റെ തടങ്കറകളുള്ളിൽ ഇരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ വാദിക്കുന്ന ആളുകൾ നിങ്ങളുടെ പിന്നാമ്പകളെക്കുറിച്ച് വീണ്ടും വായിക്കണമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനിയോ പാരൻസ്, രക്ഷിതാക്കളായി കഴിഞ്ഞാലോ, നേരത്തെ ഇവിടെ ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞ ആളെന്ന് അറിയാം രക്ഷിതാക്കളെ കുറിച്ച് പറഞ്ഞത്. ഇനി കുറച്ച് കാലമൊക്കെ കഴിഞ്ഞൊരു 10-60 വയസ്സൊക്കെ ആയി മക്കൾക്കൊക്കെ ബാധ്യതയാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വയം വിട്ടൊഴിഞ്ഞ് പോകുമ്പോൾ എന്ത് വേണമെന്നറിയോ, ലഹരിയൊക്കെ നന്നായി അടിച്ച് നല്ല കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഒന്ന് മരിച്ചു പോയാൽ മതി. ആസ്വദിച്ച് മരിക്കണം, പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണമെന്നാണ് പറഞ്ഞത്. അതേ ആത്മഹത്യക്ക് വേണ്ടി മെഷീനുകൾ പണിയുന്ന, അതേ ആത്മഹത്യക്ക് വേണ്ടി ലീഗൽ നിയമങ്ങൾ പണിയുന്ന ആളുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീകളുടെ ജീവിതാവകാശത്തെക്കുറിച്ച് വാദിക്കുന്നത് എന്ന വിരോധാഭാസം അവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഇനിയോ ഇത്തരം ആളുകളുടെ ഡ്യൂട്ടികളെ കുറിച്ചുകൂടി നമ്മൾ വായിക്കണം. വാട്ട് അബൌട്ട് ദെയർ ഡ്യൂട്ടീസ്? അവരുടെ ഡ്യൂട്ടികളെ കുറിച്ച് പറയുന്നിടത്ത് അവർ പറയുന്ന ചില ഡ്യൂട്ടികളുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ എന്താ അറിയോ, ഹാപ്പിനെസ് ത്രൂ കോർപ്പറേറ്റ് അജണ്ട. കോർപ്പറേറ്റുകൾ അജണ്ടകൾക്കനുസരിച്ച് ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചുണ്ടിൽ ചായം തേക്കുന്നതും ഇവിടെ കളർ പോരാൻ തോന്നുന്നതും ഹിജാബ് പോരാൻ തോന്നുന്നതും വസ്ത്രം അഴിക്കാൻ തോന്നുന്നതും ഓരോ നിമിഷവും ഹിജാബിൻ്റെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ അഴിച്ച് കളയുമ്പോൾ ഞാനിങ്ങനെ പുരോഗമനത്തിൽ സ്റ്റെപ്പ് കയറി പോകാനും തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഹാപ്പിനെസ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കനുസരിച്ച് ഉണ്ടാക്കുന്ന ആളുകൾ. രണ്ടാമത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലി യൂണിറ്റ്സ് എന്നാണ്. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ്, കുടുംബ സംവിധാനം വേണ്ട എന്ന് പറഞ്ഞ്, തങ്ങൾക്ക് ആരുടെയും ആശ്രയം വേണ്ട എന്ന് പറഞ്ഞ് ഇവിടുത്തെ അടിസ്ഥാന ശിലയായ കുടുംബത്തെ തകർത്തു. മൂന്നാമത്തതോ കൾച്ചറൽ ആൻഡ് മോറൽ ഇറോഷനാണ്. ഇവിടെ സാംസ്കാരികമായി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ സദാചാര ആംഗ്ലമാരാവുന്നു, നിങ്ങൾ സംസ്കാരത്തിൻ്റെ വക്താക്കളായി മാറുന്നു, സദാചാരം അശ്ലീലമാവുന്നു. ഇത്തരത്തിലൊക്കെ വാദിക്കുന്ന ആളുകൾ പിന്നീട് പറഞ്ഞാൽ അറിയോ, ദ ഒബ്സീൻ ക്വസ്റ്റ്യൻ ഓഫ് ഒബ്സീനിറ്റി എന്നുള്ളതാണ്. ഒബ്സീൻ എന്ന് പറഞ്ഞാൽ അറിയോ, അശ്ലീലത എന്നുള്ളതാണ്. ഭയങ്കര ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ പറയുന്നു ഇന്ത്യൻ നിയമപ്രകാരം യഥാർത്ഥത്തിൽ ലോകത്തെ ഒരു രാഷ്ട്രത്തിനും അശ്ലീലത വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല.
നിയമം പഠിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അശ്ലീലത വിശദീകരിക്കാൻ ലോകത്ത് ഒരാൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതെല്ലാം കൺക്ലൂഷനിൽ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം അവസാനം പറഞ്ഞു വെച്ചത് അശ്ലീല എന്നത് സബ്ജക്റ്റീവ് ആണെന്നാണ്. എന്ന് വെച്ചാൽ ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പുതിയ കാലത്ത് ഇവർ ഈ അശ്ലീലതയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നത്. ഇത് അശ്ലീലാണോ, ഇത് അശ്ലീലല്ലേ, ഇത്ര വസ്ത്രം ധരിച്ചാൽ മതിയോ, ഇത്ര വസ്ത്രം കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ കൺഫ്യൂഷൻ ആകുമ്പോൾ മതവിശ്വാസികൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. കൃത്യമായി ഞങ്ങൾക്ക് അശ്ലീലത ഏത്, ധാർമ്മികത ഏത്, ശരി ഏത്, തെറ്റ് ഏത് എന്ന് പറയാൻ സാധിക്കുമെന്നാണ് അവിടെ പറയാനുള്ളത്. ഇനിയോ ഇത്തരം ആളുകളുടെ ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. വളരെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, സന്തോഷമുള്ള രാജ്യങ്ങൾ, ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങൾ മതമില്ലാത്ത രാജ്യങ്ങളാണെന്നാണ് വലിയ രീതിയിൽ വാദിച്ചത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഈ ഫിൻലാൻഡ്, സ്വീഡൻ പോലത്തെ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് അവിടുത്തെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് പറയുന്നത് നോക്കിയത്, ഒരൊറ്റയടിക്ക് എന്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു വിഷയത്തിൽ ആദ്യം മതത്തെ പോയി ചെയ്യാന്ന് പറഞ്ഞേ, ഒറ്റയടിക്ക് പോയിട്ട് എന്താ പറയുക പറഞ്ഞത്, മതമില്ലാത്ത രാജ്യമായതുകൊണ്ടാണ്. പക്ഷേ ബാക്കി കണക്ക് പുറത്തു വരുമെന്ന് വിചാരിച്ചില്ല. ബാക്കി കണക്ക് കൂടി പറയണം. എന്താണ്, അതേ നോർഡിക് രാജ്യങ്ങൾ, അതേ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു പാരഡോക്സ് എന്ന വിരോധാഭാസം എന്നാണ്. വിരോധാഭാസം എന്ന് പറയുമോ, ഹൈ റേറ്റ്സ് ഓഫ് ജെൻഡർ ഈക്വാലിറ്റി ഡസ് നോട്ട് ഈക്വൽ സേഫ്റ്റി ഫോർ വിമൺ എന്നുള്ളതാണ്. നല്ല ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട് എന്നുള്ളത് സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന വാദത്തിന് ഒരു കൂട്ടേ അല്ല എന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാതെ പറയാനുള്ള കാരണം, അതേ നോർഡിക് രാജ്യങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിക്കുന്നത് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വ്യഭിചാരം സംഭവിക്കുന്നത് പറഞ്ഞു. ലോകത്ത് അഡൽട്ടറി നടക്കുന്ന, വ്യഭിചാരം നടക്കുന്ന രാജ്യങ്ങളിലെ ലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 10 3 രാജ്യങ്ങൾ ഇതേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഇതേ മനുഷ്യന്മാരാണ് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഹാപ്പിനെസ് ഉള്ള രാജ്യം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം പറയാനാണ് പറയാനുള്ളത്. ഇനി ഇത്തരം ആളുകളുടെ കുറേ അപ്പോസ്തലന്മാരുണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെയുള്ള, സാം ഹാരിസിനെ പോലെയുള്ള, മാറ്റ് ഡിൽഹാൻഡിയെ പോലെയുള്ള, റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള, ഡാനിയൽ ഡെന്നറ്റിനെ പോലെയുള്ള, ലോറൻസ് ക്ലോസിനെ പോലെയുള്ള. ഞാൻ ഈ പേരൊക്കെ പറയുന്നതെന്നറിയോ, ഇവിടെ കേരളത്തിൽ എത്തീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും ആകെ പണി എന്താണെന്നറിയോ, ഈ യൂറോപ്പിൽ നിന്ന് ഇവരൊക്കെ ഇങ്ങനെ കുറച്ച് ടൈപ്പ് ചെയ്ത് വിടുന്ന വെബ്സൈറ്റിൽ ഇങ്ങനെ എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിക്കുക. ഇതല്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് പോലും ഒരു കാര്യം എടുത്തിടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. വളരെ എളുപ്പമാണ് ഇവരെങ്ങനെ ടാക്കിൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ കണ്ടുവെച്ച ചില ധാർമ്മികതകളുണ്ട്. ആ ധാർമ്മികത കൂടി നിങ്ങൾ കണ്ടോളി. ഇൻസെസ്റ്റ് ശരിയാണ്. സ്ത്രീകളെക്കുറിച്ച് അവകാശം പറയുന്ന, മതത്തിൽ സ്ത്രീകൾ തടവറയിലാണെന്ന് പറയുന്ന, ഹിജാബ് അടിച്ചമർത്തെന്ന് പറയുന്ന അതേ ആളുകൾക്ക് ഇൻസെസ്റ്റ് ശരിയാണ്. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയോ, ആങ്ങൾക്കും പെങ്ങൾക്കും ഭോഗിക്കുക, സ്വന്തം അമ്മയെ ഭോഗിക്കുക, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന പരിപാടിയാണ് ഇൻസെസ്റ്റ്. 2 പെഡോഫിലിയ, കുഞ്ഞു മക്കളെ വരെ ഭോഗിക്കുക, അതും ശരിയാണെന്ന് പറഞ്ഞു. റേപ്പ് കൾച്ചർ ശരിയാണ് എന്ന് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. തെളിവാണ്, നിങ്ങൾക്ക് തെളിവ് ഞങ്ങൾ നിരത്തും. ഫോർണിക്കേഷൻ, വ്യഭിചാരം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ശരിയാണെന്ന് പറഞ്ഞു. എത്രത്തോളം അറിയോ, ഒരു ഭാര്യ ഭർത്താവ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് പോവുക, അതല്ലെങ്കിൽ അതേ പരിപാടി നിങ്ങൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അത്ര സിമ്പിളാണ് ഇവർക്ക് ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് ഇവരുടെ അപ്പോസ്തലന്മാരായി നടക്കുന്ന ആളുകളൊക്കെ ഇത്തരം ആളുകൾ വാദിച്ച വാദങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ അഡൽട്ടറി എന്ന് പറയുന്ന വ്യഭിചാരം ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ട രാജ്യങ്ങൾ ഇവരുടെ രാജ്യങ്ങളാണെന്ന് മാത്രമല്ല, അതേ രാജ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാക്കുകൂടിയുണ്ട്. ആ വാക്ക് എന്താണെന്നറിയോ, ഇതേ രാജ്യങ്ങളിൽ ഈ അഡൽട്ടറിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഇവർ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന വാദം ഇത് ലീഗലാണെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇല്ലേ, ഇന്ത്യയിൽ മദ്യം ലീഗലാണ്, അതുകൊണ്ട് മദ്യം കുടിക്കുക. വിശ്വാസികൾക്ക് ഇത് പറ്റില്ല. മദ്യം ലീഗലായിക്കോട്ടെ, ബാക്കി എന്തായിക്കോട്ടെ, ഖുർആൻ പറഞ്ഞോ അള്ളാഹു പറഞ്ഞോ അനുസരിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് കൃത്യമായി മൊറാലിറ്റിയുടെ വിവക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനിയോ ഇതേ ആളുകൾ സെക്ഷൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞൊരു തലമുറയിൽ, അഥവാ 19ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനത്തോടു കൂടി ആരംഭിച്ച് 20ാം നൂറ്റാണ്ടിൽ തുടർച്ചയായി നടന്ന യൂറോപ്പിലെ വലിയ ഒരു റവല്യൂഷൻ ഉണ്ട്, സെക്ഷൽ റവല്യൂഷൻ. ആ സെക്ഷൽ റവല്യൂഷൻ്റെ ആകെത്തുകയെക്കൊണ്ട് സംഭവിച്ച ഒരൊറ്റ കാര്യം മാത്രം അതേ ആളുകളുടെ ഭാഗപ്രകാരം ഞാൻ വായിച്ചുതരാം. ദ സെക്ഷൽ റവല്യൂഷൻ ഹാസ് ലെഫ്റ്റ് ബ്രോക്കൺ ഹോംസ്. അതേ സെക്ഷൽ റവല്യൂഷൻ, ഈ സെക്ഷൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയോ, ഒരു കാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി LGBTQ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് മഴവിൽ പതാക പറത്തിയ ആളുകളുണ്ടല്ലോ, ഇതേ ആളുകൾ പിന്നീട് പറഞ്ഞ വാക്കാണ് ബ്രോക്കൺ ഹോംസ്. വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു, കുടുംബങ്ങളില്ലാതായി. ഇനിയോ വൂണ്ടഡ് ചിൽഡ്രൻ, മുറിവേറ്റ കുട്ടികൾ ഉണ്ടാക്കി. കാരണം എന്താ അറിയോ, അമ്മമാരില്ല, അച്ഛന്മാരില്ല, ഫാദർലെസ് അമേരിക്ക, അച്ഛന്മാരില്ലാത്ത അമേരിക്ക ഉണ്ടാക്കി. അതേ ആളുകൾ പിന്നീട് ഉണ്ടാക്കിയത് വുമൻ ഹു ഫൈൻഡ് ദംസെൽവ്സ് അലോൺ എന്നുള്ളതാണ്. സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോവുക, ആരുമില്ലാതായി പോലെ. കല്യാണം വേണ്ട, വിവാഹപ്രായമായാലും കല്യാണം വേണ്ട, സ്ത്രീകൾ 30 കഴിഞ്ഞ് കല്യാണം, 35 കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഭയങ്കരമായ വാദങ്ങളാണ്. ഏറ്റവും അവസാനം സംഭവിക്കുന്നത് അറിയോ, വുമൻ ദംസെൽവ്സ് ഫൈൻഡ് ദം അലോൺ എന്നാണ്. അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് സെക്ഷൽ റവല്യൂഷനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഈ ആളുകളോട് നമുക്ക് പറയാനുള്ളത്. ഇനിയോ കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യം വരെ, ഇവിടെ കുറേ ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇനി കേരളത്തിൽ എന്താ സംഭവിച്ചത്. ഇതേ വാദങ്ങൾ 50ഉം 60ഉം വർഷങ്ങൾക്ക് മുൻപ് ഇതേ എത്തീസ്റ്റുകൾ എന്താണോ യൂറോപ്യൻ പരിപ്രേക്ഷ്യത്തിൽ അതേ പരിസരത്തിൽ ചെയ്തു കൂട്ടിയത്, അതേ കാര്യങ്ങൾ ഇടതടവില്ലാതെ രഹസ്യമായി ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ തുടക്കം എവിടെയെന്ന് അറിയോ, ഇവിടെ പ്രൈഡ് മാർച്ച് എന്ന പേരിൽ കേരളത്തിൽ വലിയ ആചാരങ്ങൾ. നമ്മുടെ എല്ലാ നഗരമധ്യത്തിൽ
അർദ്ധനഗ്നരായിക്കൊണ്ട് കുറേ ആളുകൾ LGBT എന്ന് പറഞ്ഞ് വാദിച്ചു. സ്ത്രീകളുടെ അവകാശ പോരാട്ടമാണെന്ന് വാദിച്ചു. ലോകത്ത് വേൾഡ് മാസ്റ്റർബേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പസുകളിൽ സ്വയംഭോഗത്തെ വരെ ന്യായീകരിച്ചുകൊണ്ട് കുറേ വാദഗതികൾ നടന്നു. ഇനിയോ ക്യാമ്പസിലേക്ക് നവാഗതരായി കയറിക്ക് പോകുന്ന കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ, ഒരാൾ തികച്ചും ലൈംഗികമായ വൃത്തികൾ രഹസ്യമായി ചെയ്യുന്ന കാഴ്ചകൾ പരസ്യമായി ബോർഡ് വെച്ചിട്ട് ഇതൊക്കെ എന്താണ് ഇനി അശ്ലീലതാണ് പറയേണ്ടത് ചോദിച്ച് കാഴ്ച വെച്ചു. ഇത്തരത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാക്കിയ അതേ മനുഷ്യർ പിന്നീട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഈ സ്കൂൾ കരിക്കുലത്തിൽ ചെയ്തു കൂട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കരിക്കുലവുമായി ബന്ധപ്പെട്ട NSS ക്യാമ്പുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയൊരു വിഷയമാണ് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും തുടർച്ചയായിക്കൊണ്ട് ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ഇൻജക്ട് ചെയ്ത് കയറ്റുന്നു. പിന്നീടോ ഇവരുടെ സിനിമകളിൽ അടിച്ചു കയറ്റി ഓരോ സിനിമകൾ പുറത്തു വരുമ്പോഴും നമ്മുടെ മക്കൾ അറിയാതെയെങ്കിലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇരുത്തി. ഹൂ ഇസ് എ ഗേ, ഹൂ ഇസ് എ ലെസ്ബിയൻ, കുഞ്ഞു മക്കൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുചെന്നെത്തിച്ചു. ഇനിയോ അവസാനം ഇവിടെയുള്ള മന്ത്രി തന്നെ പറഞ്ഞു, ഈ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളും പുരുഷന്മാരും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമാണ്, ആ ബർഡൻ എടുത്ത് മാറ്റിയിട്ട് ഇനി അങ്ങനെയൊന്നും വേണ്ടാന്ന് അവസാനം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ഈ കേരളത്തിൽ നിങ്ങൾ ഒളിച്ചു കടത്തുന്ന ഇതേ വാദഗതികൾ എത്തീസത്തിൻ്റെ പേരിൽ, പുരോഗമനത്തിൻ്റെ പേരിൽ, യുക്തിവാദത്തിൻ്റെ പേരിൽ, ശാസ്ത്രത്തിൻ്റെയും സയൻറ്റിഫിക് ടെമ്പറിൻ്റെയും നാഴികക്ക് 40 വട്ടം ആർട്ടിക്കിൾ 51 വായിക്കുന്ന ആളുകൾ നിങ്ങൾ കയറ്റിക്കൂട്ടുന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് നിരക്കാത്തതാണ്, യുക്തിക്ക് നിരക്കാത്തതാണ്, പുരോഗമനത്തിന് നിരക്കാത്തതാണ്. അതുകൊണ്ട് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെക്കുന്ന ആളുകളോട് നിങ്ങൾ തന്നെ പറയുന്ന ചില പാരഡോക്സുകൾ ഞാനൊന്ന് വായിച്ചു തരാം. നിങ്ങൾ തന്നെ പറയുന്ന ചില പാരഡോക്സാണ്, വിരോധാഭാസമാണ്. അവർ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലേറ്റവും ഒന്നാമത്തത്, ക്വാറലിംഗ് ഫോർ ദ റൈറ്റ്സ് ടു ബി നേക്കഡ് റാദർ ദാൻ ടു കവേർഡ്, അല്ലേ? നഗ്നരാവാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ. അടുത്തതോ ആണുങ്ങളുടെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ. അതിൻ്റെ അടുത്തതോ ആണുങ്ങളുമായി ബന്ധപ്പെട്ട വലിയ പോരാട്ടങ്ങൾ, അവിടെ ഫെമിനിറ്റി ലൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനിയോ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുന്നു, പക്ഷേ റിസർവേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചാൽ അവർ ചോദ്യത്തിന് ഉത്തരവൊന്നും പറയില്ല. ഇനിയോ ഇങ്ങനെ തുടർന്ന് പോകുന്ന, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് പാരഡോക്സിയൽ ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റുകൾ ഓരോന്നും വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാസ്തികൾ പ്രതിക്കൂട്ടിലാവുക മാത്രമല്ല, നിങ്ങൾ അഴിയെണ്ണേണ്ടി വരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത അത്രയും വലിയ ക്രൂരതകളാണ് നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയോ ഇതേ ആളുകൾ ഇസ്ലാമിനെ കമ്പയർ ചെയ്ത് നടത്തുമ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം പറയാനുള്ളൂ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ഏതെല്ലാം കാര്യങ്ങളെടുത്തോ, മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ അടിച്ചമർത്തുമെന്നും മതം ഒരു സ്ത്രീയെ ഇല്ലാതാക്കുന്നെന്ന് പറയുന്ന ഏതെല്ലാം കാര്യങ്ങളെടുത്തോ, ഞങ്ങൾ തയ്യാറാണ് മറുപടി പറയാൻ. ഞങ്ങൾ തയ്യാറാണ് മറുപടി. നിങ്ങളുടെ ലോകവീക്ഷണവും നിങ്ങളെടുത്ത് മുന്നോട്ട് വരിക, നിങ്ങളുടെ നന്മ തിന്മയും എടുത്ത് മുന്നോട്ട് വരിക. ഒരിക്കലും മാനവികമായി മാനുഷികമായി നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഇതിന് പിന്നിൽ കാണുന്നത് ChatGPT ഉത്തരമാണ്. ChatGPT, ഇവിടുത്തെ AI ടെക്നോളജി ഉണ്ടല്ലോ, ChatGPTയോട് എത്തീസം സ്ത്രീകളോട് ചെയ്തതും ഇസ്ലാം സ്ത്രീകളോട് ചെയ്തതും ചോദിച്ചപ്പോൾ റെഫറൻസ് അടക്കം തന്നതാണ് ഈ നിങ്ങൾ കാണുന്നത്. ഈ റെഫറൻസുകൾ നിങ്ങൾക്ക് തീരാത്തത്രയും റെഫറൻസുകൾ ഇനിയും കിട്ടും. സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് പതുക്കുന്ന അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ചുരുക്കത്തിൽ വായിക്കാനുള്ളത്, സ്ത്രീകളെക്കുറിച്ചുള്ള ഘോരമായ പ്രഘോഷണം നടത്തുമ്പോൾ, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യുന്ന ക്രൂരത അവസാനിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീകൾക്ക് ആവശ്യമെന്ന് പഠിച്ചുകൊണ്ട് യഥാർത്ഥ പരിഹാരത്തിലേക്ക് കടന്നു വരിക. മനുഷ്യനെ സൃഷ്ടിച്ച, സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച, അവരുടെ എല്ലാ ജീവിതത്തെക്കുറിച്ചും അറിയുന്ന പടച്ച തമ്പുരാന് മാത്രമേ അവരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒപ്പം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ ഹിജാബിനെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്ന ആളുകൾ, ഹിജാബ് ധരിച്ച സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം, ദാലിക അദ്നാ അൻ യുഅറഫ്ന വലാ യുദൈൻ ഫലാ യുദൈൻ, അല്ലേ? സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് ഹിജാബ് ധരിക്കുന്നതോടുകൂടി ഐ ആം എ മുസ്ലിം വുമൺ എന്ന് പറയുമ്പോൾ ഞാൻ ട്രസ്റ്റ് വർത്തിയാണെന്ന് പറയുന്ന, ഞാൻ അഭിമാനത്തോടു കൂടി എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പുരുഷന്മാരോടും ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്, ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, എന്നോട് നിങ്ങൾ മറ്റുള്ളവരോട് പോലെ കളിക്കുന്നത് പോലെ കളിക്കണ്ട എന്ന് പറയുന്ന പൂർണ്ണമായ സുരക്ഷിതമായൊരു വലയമാണ് മതം തീർക്കുന്നത്. അതുകൊണ്ട് മതവുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകളിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ശാസ്ത്രത്തെയും പുരോഗമനത്തെയും യുക്തിയൊക്കെ മാറ്റിവെച്ച് സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള നിങ്ങളുടെ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഡയലോഗിൻ്റെ തുടർച്ചയായ ബാക്കി വിഷയങ്ങൾ കൂടി ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർത്തീകരണം ലഭ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.